വെൽക്കം ടു എലജൻസ് പറയുന്നില്ലേ വെൽക്കം ടു എലജൻസ്. അപ്പോൾ നമ്മളിന്ന് ഒരു ഷോർട്സ് ഇട്ടിരുന്നു. നമ്മൾ ഇന്ന് പാകിസ്ഥാനി ദുപ്പട്ടയുടെ വീഡിയോ ആയിട്ട് വരുന്നുണ്ടെന്നുള്ളത്. വീഡിയോ വെച്ചാൽ ദുപ്പട്ട മാത്രമല്ല കേട്ടോ, ഫുൾ സെറ്റാണ്. അപ്പോൾ ആ ഒരു ഐറ്റമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. കുറേ ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. മെറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ല മെറ്റീരിയലൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ റേറ്റ് കുറഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട. നമുക്ക് വാഷ് ചെയ്യാനും ഒന്നും ഒരു കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ജോർജറ്റ് ഫാബ്രിക്കിലാണ് നമുക്ക് ടോപ്പ് ചെയ്തേക്കുന്നത്. അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് പോർഷനിൽ ഫുള്ളായിട്ട് ഒരു ചിക്കൻ വർക്കിന്റെ പാറ്റേണിൽ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ടയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് ഗ്ലാസ്, ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്, അല്ലാതെ ഫേക്ക് ആയിട്ടുള്ളതൊന്നും അല്ല കേട്ടോ. ഒറിജിനൽ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തേക്കുക. വേറെ അങ്ങനെ തയ്ച്ചിട്ടില്ല, സ്റ്റിക്ക് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. നോർമലി ഈ ഒരു മോഡൽ വരുന്ന എല്ലാം തന്നെ ഇങ്ങനെ തന്നെയാണ് വരാറുള്ളത്. പിന്നെ ഇതിന്റെ തന്നെ ഭയങ്കര റേറ്റ് കൂടിയതിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോൺസ് ഉള്ള ഒരു ഐറ്റമാണ്. ഞാൻ നേരത്തെ ഷോർട്സിൽ പറഞ്ഞിരുന്നു, നമുക്ക് ഈ ഒരു ഐറ്റം വരുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്താണ്. ഒത്തിരി പേര് ചോദിച്ചൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. എന്നാലും നമ്മൾ കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാമല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് കളർ, നമ്മുടെ ഒരു ക്രീം ഷെയ്ഡ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ക്രീം സെലക്ട് ചെയ്തത് ഇപ്പോൾ ഓണം ടൈമൊക്കെ ആയതുകൊണ്ട് ക്രീം ആദ്യം കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ദുപ്പട്ട നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് എന്ന് വെച്ച് കണക്ക് കൂട്ടണ്ട. ഒരു കളർ എടുത്താലും നിങ്ങൾക്ക് ഉള്ള കളേഴ്സിൻ്റെ എല്ലാത്തിനെയും കൂടി ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ എടുത്താൽ മതി, കാരണം മിക്സഡ് കളറായിട്ടാണ് നമുക്ക് ദുപ്പട്ട വന്നേക്കുന്നത്. അന്നമ്മ ഇതുവരൊന്നും മിണ്ടിയില്ലല്ലേ, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇവളിതിൻ്റെ ഗ്ലാസ് ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഒറിജിനൽ ഗ്ലാസ് അങ്ങനെ വരുന്നത് വളരെ കുറവല്ലേ. അപ്പം ഈ ഒരു മോഡൽ ഫുള്ളായിട്ട് ഒറിജിനൽ ഗ്ലാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഈ ഒരു ദുപ്പട്ടയ്ക്ക് കേട്ടോ. ഒരു കുറച്ചൊരു ലുക്ക് തോന്നിക്കുകയും ചെയ്യും. ഇതിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞു വിടാവേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ നമ്പർ കാണുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ നമ്പർ U662, റേറ്റ് 799 രൂപ മാത്രമേ ഉള്ളൂ. 7 രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ്. ഭയങ്കര രസമായിട്ട് ഈ ഷെയ്ഡ് കാണാനായിട്ട്, പ്രത്യേകിച്ച് ബ്ലാക്ക് ആണ്. ഇപ്പോൾ കണ്ടപാട് അന്നവൾ എന്നോട് പറഞ്ഞു, ഇത് അമ്മ എടുത്തോയെ, നല്ല ഷോളാണ്, നല്ല രസമുണ്ട് കാണാൻ. കാരണം ബ്ലാക്കിലായതുകൊണ്ടാട്ടോ. നിങ്ങൾ ആ എല്ലാ ഷോളിലും നോക്കിയാൽ മതി, എല്ലാം ഓൾമോസ്റ്റ് ചെറിയ ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. ഏത് ഷോൾ എടുത്താലും നിങ്ങൾ ബ്ലാക്കിൻ്റെ കൂടെ ഇട്ട് നോക്കിയോ, എന്തായാലും ചേരും. അപ്പോൾ ഇത് ഇതുപോലെയാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത്. എല്ലാത്തിനും പ്രിന്റിന് ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ട്. മെറ്റീരിയലൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ആ ഒരു സിൽക്ക് ഫിനിഷ് ഉള്ള ഫാബ്രിക് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഫുൾ ഗ്ലാസ് വർക്ക് എല്ലാത്തിലും ഒട്ടിച്ചിട്ടുണ്ട്. അടുപ്പിച്ച് തന്നെ ഇഷ്ടം പോലെ ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് അങ്ങനെ വാഷ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഒട്ടിച്ചേക്കും ആയതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് വാഷ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് ഇതുപോലെ വർക്ക് കൊടുത്തേക്കുന്നത്. ചെറിയൊരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു മാംഗോ ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എല്ലാത്തിനും തന്നെ ഏകദേശം സെയിം തന്നെ, ചെറിയ ചെറിയ വേരിയേഷൻ മാത്രമേ ത്രെഡിന് വരുന്നുള്ളൂ. ബാക്ക് സൈഡിലില്ല കേട്ടോ, ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും നമ്മളൊരു അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, നിങ്ങൾ മാക്സിമം റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ മൊത്തത്തിൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും ബോട്ടം സാറ്റിൻ സിൽക്കാണ്. നമ്പർ പറയാം കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് U663, റേറ്റ് 799. അപ്പോൾ ഇനിയുള്ള ഷെയ്ഡ്സ് ഞാൻ തന്നെ കാണിക്കാം കേട്ടോ. അന്നമ്മ എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അപ്പുറം പോയി നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. നല്ല ബ്ലൂ ആട്ടോ. ഇതിൻ്റെ അകത്തും എനിക്ക് തോന്നുന്നു എല്ലാ കളേഴ്സിൻ്റെ അതിന് മാച്ചിങ് ആയിട്ട് തന്നെ സെൻറ്ററിലും ബോർഡറിലും ഒക്കെ കൂടുതലും ആ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത് ബ്ലൂവിനോട് മാച്ചിങ് ആയിട്ട് കുറേ ആ ഒരു പോർഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. മൾട്ടി കളറായിട്ടാണ് തന്നെ ചെയ്തേക്കുന്നത്. പിന്നെ എന്നാലും കുറച്ച് ബ്ലൂവിൻ്റെ പോർഷൻസ് കൂടുതലുണ്ടെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഫുള്ളായിട്ട് ഗ്ലാസ് വർക്കാണ്. ഇത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന ആയതുകൊണ്ട് ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. പുതിയത് എടുക്കുമ്പം, അതായത് പുതിയ ഐറ്റംസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ പുതിയതായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം പതുക്കെ ഓപ്പൺ ചെയ്യണം കേട്ടോ. അത് നമുക്കിത് ഒട്ടിച്ച് വന്നിരിക്കുന്നതുകൊണ്ട് എല്ലാം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടാണ് അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തെടുത്താൽ മതി. ദുപ്പട്ട നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, നല്ല ലെങ്ത് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല വെയിറ്റും ഉണ്ട്, പ്രത്യേകിച്ച് ആ ഗ്ലാസ് വർക്കിൻ്റെതായ ഒരു വെയിറ്റ് കൂടുതലും ഉണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. നമുക്ക് ബോട്ടം പീസ് വരുന്നത് നമ്മുടെ സാറ്റിൻ സിൽക്ക് കേട്ടോ. നമ്പർ വരുന്നത് U660, റേറ്റ് 799 മാത്രമേ ഉള്ളൂ. 799 ആയിട്ടുള്ള റെഡ് ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, ഗസ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ ദുപ്പട്ട എന്നാണ് ഇട്ടിരുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ദുപ്പട്ടയുടെ മാത്രം പ്രൈസാന്ന് ഓർത്താണ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. ഇത് ഫുൾ സെറ്റാട്ടോ. അതുകൊണ്ട് നിങ്ങൾ വേറെ കൺഫ്യൂഷൻ ഒന്നും അടിക്കേണ്ട, ഏത് ടോപ്പ് ഇടും എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഫുൾ സെറ്റ് തന്നെയാണ്. നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം ചേർത്ത് നമ്മൾ നോർമലി കാണിക്കാറുള്ള പോലെ മൊത്തം ചുരിദാറിൻ്റെ സെറ്റായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് അത്ര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് U665, റേറ്റ് 799. അടുത്തത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ബോർഡറൊക്കെ ആ ഗ്രീൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. വേറെ വലിയ വ്യത്യാസമല്ല. ഞാൻ പറഞ്ഞ പോലെ ടോപ്പിൻ്റെ ആ സെയിം കളർ വെച്ചിട്ടാണ് ബോർഡറൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് കളർ കോമ്പിനേഷൻ തന്നെ. സെൻറ്ററിലും കണ്ടില്ലേ, ഗ്രീൻ തന്നെയാണ് ഇതിന് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാ കളേഴ്സും നല്ല കേട്ടോ. ഇങ്ങനത്തെ ഡാർക്ക് ഷെയ്ഡ്സ് വെച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ബ്ലാക്ക് വൈറ്റ് ആ ഒരു കോമൺ ഷെയ്ഡുണ്ട്. ബാക്കിയെല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത്.
ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഈ ഒരു കോമ്പിനേഷൻ വെച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എല്ലാം ഡാർക്കിൽ തന്നെയാട്ടോ വന്നേക്കുന്നത്. അത്യാവശ്യം ലെങ്തും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ടോപ്പിനാണെങ്കിലും ഒരു 47 ഒക്കെ ലെങ്ത് കിട്ടാൻ പാകത്തിലാണ് നമുക്ക് ടോപ്പ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട എല്ലാത്തിനും തന്നെ 2.5 അടുത്ത് തന്നെയുണ്ട് കേട്ടോ, കറക്റ്റ് 2.5 അല്ല, 2.5 അടുത്തുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു വെയിറ്റ് നിൽക്കുന്നത് കൊണ്ട് നല്ല ലെങ്ത് നമുക്ക് നോർമലിനെക്കാളും ഫീൽ ചെയ്യും. ഇനി ഇടുമ്പോൾ തന്നെ എനിക്കാണെങ്കിൽ ഫുൾ ലെങ്തിലാണ് കിടക്കണേ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല ഹൈറ്റ് വർക്കും പറ്റുന്ന രീതിക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞ ക്വാളിറ്റിയും അങ്ങനെ ലെങ്ത് ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. റേറ്റ് മാത്രം നമ്മൾ റേറ്റ് കുറച്ചെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. വാഷ് ചെയ്യുന്നത് കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്. നമ്പർ U664. അടുത്ത് വൈറ്റ് ആണ് കേട്ടോ. വൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെ നീലമുക്കിയ വൈറ്റ് അല്ല, ഒരു മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ചെറുതായിട്ടൊരു ഓഫ് ഷെയ്ഡ് എന്ന് പറയാം. ഞാൻ അതിന് മുമ്പേ നേരത്തെ ഒരു ക്രീം മിക്സ് ആയിട്ടൊരു യെല്ലോയിഷ് ക്രീം കളർ അത് ഫസ്റ്റ് കാണിച്ചിരുന്നു. അപ്പോൾ ആ ഒരു അതിൻ്റെ തന്നെ കളറുമായിട്ട് നോക്കുമ്പോൾ ഇത് വൈറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട മൾട്ടി കളർ ആയിട്ട്, കറക്റ്റ് മൾട്ടി കളർ, അതായത് ഇതിന് വൈറ്റ് ആയതുകൊണ്ട് വേറെ കോമ്പിനേഷൻ ഒന്നും അല്ല, ഫുള്ളായിട്ട് എല്ലാം മൾട്ടി ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫുൾ എല്ലാത്തിനും ഗ്ലാസ് വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഫാബ്രിക് ആണ്. നിങ്ങൾക്ക് ഒരു എന്താ പറയുക, സിൽക്കിൻ്റെ ശരിക്കും നമുക്ക് ആ ഒരു മൊഡാല് പോലത്തെ സിൽക്കിൻ്റെ ഫിനിഷ് തന്നെയാണ് മെറ്റീരിയലിന് കൊടുത്തേക്കുന്നത്. ശരിക്കും നമ്മുടെ ഒരു ജോർജറ്റിൻ്റെ തന്നെ കൂടിയ ഒരു സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സാറിന് വരുന്ന പോലെ തന്നെ കൂടിൻ്റെ അകത്ത് വരുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നമ്പർ U659, റേറ്റ് 799. ലാസ്റ്റ് കളർ, അതായത് 7ാമത്തെ ഷെയ്ഡാണ്. 7 കളേഴ്സ് ഉണ്ട് കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ ഇത് കൊണ്ടുവന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡ് തന്നെ, മുമ്പേ കാണിച്ച ബ്ലൂ അല്ല, അത് കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ടീൽ ബ്ലൂവിൻ്റെ ഡാർക്കർ ഷെയ്ഡാണ് ലാസ്റ്റ് കളർ വരുന്നത്. ദുപ്പട്ടയ്ക്കകത്ത് കണ്ടില്ലേ, പ്രിന്റ് എല്ലാം ഡിഫറെൻ്റ് ആട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റുകൾ മാത്രമാണ് എല്ലാം വന്നേക്കുന്നത്. അങ്ങനെ നമുക്ക് ഇഷ്ടക്കുറവ് വരുന്ന ഒന്നുമില്ല, എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും. ഓരോന്നെടുക്കുമ്പോഴും അതാ കൂടുതൽ ഭംഗി നമുക്ക് തോന്നിക്കും. പിന്നെ ഈ അടുപ്പിച്ച് ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുള്ളതിൻ്റെതായ ഒരു ഭംഗി കൂടുതലുണ്ട്. അത് നല്ല വെട്ടിത്തിളങ്ങുന്ന പോലെ തോന്നിക്കും കേട്ടോ, അത്രയും നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ ടോപ്പിൻ്റെ ഡിസൈൻ ഇതുപോലെ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, വൈറ്റിന് മാത്രം ഈ ഒരു വർക്കിന് കുറച്ച് വേരിയേഷൻ ഉണ്ട്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെയിം ആണ് കേട്ടോ. ചെറിയൊരു വേരിയേഷൻ, ഒത്തിരി അല്ല. ഈ ഒരു ചിക്കൻ വർക്ക് തന്നെ ചെറിയൊരു വേരിയേഷനിലാണ് വന്നേക്കുന്നത്. മൊത്തത്തിൽ കാണുമ്പോൾ അങ്ങനെ അറിയുമൊന്നുമില്ല, ഇങ്ങനെ നിങ്ങൾക്ക് അകലേന്ന് കാണുമ്പോൾ അറിയത്തില്ല. അടുത്ത് നോക്കുമ്പം ഈ ഒരു വർക്കിന് ചെറിയ ചെറിയ വേരിയേഷൻ, എന്നാലും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഉണ്ട്. ബാക്ക് സൈഡിൽ ഇല്ല കേട്ടോ. ഇതിന് ലൈനിങ് ഇല്ല, ലൈനിങ് നിങ്ങൾ സെപ്പറേറ്റ് എടുക്കണം. കാരണം കൂടിയിൽ പോലും ഈ ഒരു മോഡൽ ലൈനിങ് വെച്ചല്ല വരുന്നത്. അപ്പോൾ ഇത് ലൈനിങ്ങൂടെ വെച്ച് നമുക്ക് ഈ ഒരു പ്രൈസ് തരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും നല്ല അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ്. അതുകൊണ്ട് ഈ ഒരു റേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ ഇത്രയും 7 ഷെയ്ഡ്സ് ആണുള്ളത്. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് ബാർകോഡ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ വേണം സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അല്ലാതെ വെബ്സൈറ്റിൽ കയറി നോക്കണമെങ്കിൽ, ഫോട്ടോ ആയിട്ട് കാണണമെങ്കിൽ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കിയിട്ട് അതിൽ ബൈ നൗ കൊടുത്താൽ മതി കേട്ടോ. അപ്പം കണ്ടല്ലോ, ഇത്ര 7 ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് U661. ഇതിൻ്റെ പ്രൈസ് 799 മാത്രമേ ഉള്ളൂ, 700.